ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ബുക്ക് ക്ലബ്ബായ ആമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആമി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും സോറി ചോദിക്കുന്ന കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. H1N1 ആയിപ്പോയി. എനിക്ക് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് റിക്കവറായി വന്നതേ ഉള്ളൂ. അന്നേരം കഴിഞ്ഞ 13 എപ്പിസോഡുകളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 14ാമത്തെ ഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മാഡം, നാളെ എപ്പോഴാണ് പോകുന്നത്? അതിഥിയുടെ ബെഡിൽ വന്നിരുന്നു കൊണ്ട് സാക്ഷി ചോദിച്ചു. എവിടെ പോകാൻ? അറിയാത്ത പോലെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് നാളെയല്ലേ ആദ്യത്തെ ഡേറ്റ്? ഞാൻ എവിടെയും പോണില്ല. നീ ഒന്നും മിണ്ടാതെ ഇരിക്കുവോ? പിറന്നാൾ ആശംസകൾക്ക് മറുപടി കൊടുക്കുന്നതിനിടെ അതിഥി ഫോണിൽ നിന്ന് മുഖമെടുക്കാതെ പറഞ്ഞു. നിന്നെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാൻ ഞാനില്ല. പക്ഷേ ജീവിതത്തിൽ പുതിയൊരാളെ പരിചയപ്പെടുന്നതിലും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല. പിന്നെ പിറന്നാളുകാർക്ക് വേറെ ഒരു സമ്മാനം കൂടെ ബാക്കിയുണ്ട്. നീ വീണ്ടും ഗിഫ്റ്റ് മേടിച്ചോ? ഞാനല്ല, അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നതാ. ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയേ. ലേക്ക് നിന്റെ നമ്പറും അഡ്രസ്സും എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊക്കെ വലിയ ചങ്സ് ആയില്ലേ? ഗിഫ്റ്റ് കൈമാറുന്നതിനിടെ സാക്ഷി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയ ഉടനെ വിളിക്കാൻ പറഞ്ഞു. അതിഥി ധൃതിപ്പെട്ട് ആ ഗിഫ്റ്റ് ബോക്സും ഓപ്പൺ ചെയ്തു. ദൈവമേ, ഗോൾഡിൻ്റെ ഇയറിങ്സോ? അതിഥിയേക്കാൾ സർപ്രൈസ് ആയത് സാക്ഷിയാണ്. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ? അതിഥി ലേയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ അമ്മു. ഫോൺ എടുത്തപ്പോൾ ലേയും മെൽവിനും ഉറക്കെ പറഞ്ഞു. ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കണം എന്നല്ലേ പറഞ്ഞത്? നീ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് ഇത്രയും കാശ് കളഞ്ഞ് ഇതൊക്കെ വാങ്ങിയത്? എനിക്ക് നീയല്ലാതെ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേറെ ആരാണുള്ളത്? സ്വന്തം കെട്ടിയോൻ്റെ പിറന്നാളിന് ഒരു നാരങ്ങ മിഠായി വാങ്ങി തന്നിട്ടില്ല ഇതുവരെ. മെൽവിൻ അവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് കയറി. അതത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് മതി അവൾക്ക് കെട്ടിയോനും കുട്ടിയോളുമൊക്കെ. അതിഥിയും വിട്ടുകൊടുത്തില്ല. ഊവേ, നിങ്ങൾ വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട്സ്. നടക്കട്ടെ. മെൽവിൻ വലിയ വാദത്തിന് നിൽക്കാതെ പിൻവാങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മു നിന്റെ 23ാം പിറന്നാൾ? പക്ഷേ നിനക്കൊരു സന്തോഷം ഉണ്ടായില്ല അല്ലേ? എൻ്റെ അമ്മു, നിനക്കെന്താണ് ചുറ്റുമുള്ള ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത്? അവിടെയുള്ളവർക്കൊക്കെ നിന്നെ എന്ത് കാര്യമാണെന്നറിയോ? നിനക്ക് 2 ചോയ്സാണുള്ളത്. ഒന്ന്, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലും ആളുകളിലും സന്തോഷം കണ്ടെത്താൻ പറ്റണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നീ ആഗ്രഹിക്കുന്ന നിന്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തണം. അതിനനുസരിച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം. എന്ന് ഈ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും മാറാൻ പോണില്ല. നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അങ്ങനെയാണോ ഈ പറഞ്ഞതിൽ നിന്ന് നിനക്ക് തോന്നിയത്? ചിലതൊക്കെ വിട്ടുകളയണോ അമ്മു? മനുഷ്യർക്ക് മറവി കൊടുത്തിരിക്കുന്നത് അതിനാണ്. അതിന് കഴിയാതെ വന്നാൽ ജീവിതം തന്നെ വെറുതെയായി പോകും. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് ഉപദേശിച്ച് നിന്റെ ഡേ സ്പോയിൽ ചെയ്യുന്നില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കണം. ബർത്ത്ഡേക്ക് ആദ്യം വിഷ് ചെയ്തത് ഞാനല്ലെങ്കിലും ദേ അവസാനം വിഷ് ചെയ്തത് ഞാനാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മു, ഐ ലവ് യു. ലേയുടെ കോൾ കട്ട് ചെയ്ത് റൂമിലെത്തിയപ്പോഴേക്കും സമയം 12 കഴിഞ്ഞിരുന്നു. കണ്ടുകൊണ്ടിരുന്ന സീരീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോലും മറന്ന് ഉറങ്ങിപ്പോയ സാക്ഷിയെ ഉണർത്താതെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു മാറ്റി ശേഷം പുതപ്പ് മേലയിട്ട് അതിഥിയും ഉറങ്ങാൻ കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ലേയും സാക്ഷിയും പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമുണ്ടോ എന്നൊരു തോന്നൽ. താൻ തന്നെ ജീവിതം വെറുതെ ജീവിച്ച് തീർത്തു കളയുകയാണോ? കഴിഞ്ഞുപോയ പലതിനെയും കടന്നു പോകാൻ അനുവദിക്കാതെ ഇപ്പോഴുള്ള അവസ്ഥകളോട് കൂട്ടിച്ചേർക്കുമ്പോൾ താൻ ശരിക്കും ഇല്ലാതാക്കുന്നത് ഇന്നിൻ്റെ സന്തോഷങ്ങൾ തന്നെയല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിച്ചാണ് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അത് തനിക്ക് സന്തോഷം മാത്രം തരുന്നതാണോ എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കാൻ തന്നെ മറന്നുപോയതുപോലെ അവൾക്ക് തോന്നി. എന്തോ ഒരു ഉൾപ്രേരണയിൽ അതിഥി പെട്ടെന്ന് എഴുന്നേറ്റ് ഡയറി എടുത്തു. ഫോണിൻ്റെ നേർത്ത വെളിച്ചത്തിൽ ശരണിൻ്റെ നമ്പറിന് വേണ്ടി തിരഞ്ഞു. നമ്പറിൻ്റെ ഒപ്പം കുറേ വരികളിൽ അവൻ എന്തോ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അവൾ ആകാംക്ഷയോടെ ആ വരികളിലേക്ക് കണ്ണോടിച്ചു. പ്രിയപ്പെട്ട അതിഥി, പ്രിയപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കാനുള്ള എന്തെങ്കിലും നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ നിന്നെ വായിച്ച ഈ രാത്രി കൊണ്ട് തന്നെ നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആരോ ഒരാളായി മാറിയിരിക്കുന്നു. അല്പം കുറ്റബോധത്തോടെയാണ് നീ എഴുതിയ വരികൾ അല്ല നിന്റെ ജീവിതത്തെ ഞാൻ വായിച്ചത്. ആരോടും പങ്കുവെക്കാത്ത ഇത്രയും സങ്കടങ്ങളും പേറി ഒരാൾ എങ്ങനെയാണോ മുന്നോട്ട് ജീവിക്കുന്നത്? ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും താൻ എന്താണോ ഇത്രമേൽ ഒറ്റപ്പെട്ടു പോയത്? ജീവിതത്തിൽ ഒരാൾക്കും എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ ജീവിക്കാൻ തനിക്ക് ഒരു സാങ്കല്പ്യ ലോകം ആവശ്യമായി വന്നുവെന്നത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിന്നെ ഓർക്കുമ്പോൾ കണ്ണാടിക്ക് മുൻപിൽ
നിറഞ്ഞ കണ്ണുകളോടെ സ്വയം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അതിഥി എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ പോലും സ്വയം ചേർത്ത് പിടിക്കാതെയോ മറ്റൊരാളെ അതിനനുവദിക്കാതെയോ ഒരിക്കലും വരില്ലെന്നുറപ്പുള്ള ഒരാളെയും കാത്ത് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? നിന്റെ സങ്കടങ്ങൾക്കുള്ള ഒരു പരിഹാരവും എൻ്റെ പക്കലില്ല. പക്ഷേ ഇനി തമ്മിൽ കാണുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ആരുടെയും സ്നേഹത്തെ നീ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിലെ സ്നേഹം കൊണ്ടേറ്റ മുറിപ്പാടുകൾ മായുന്നതെങ്ങനെ? അതിഥി, എനിക്കൊരു വാഗ്ദാനവും നൽകാനില്ല. നിന്റെ മഹാദേവനാവാൻ എനിക്കൊരിക്കലും കഴിയുകയുമില്ല. പക്ഷേ നിന്റെ എല്ലാ സങ്കടങ്ങളെയും പങ്കുവെക്കാതെ പോയതിനാൽ അർത്ഥമില്ലാതായ സന്തോഷങ്ങളെയും നിറഞ്ഞ മനസ്സോടെ കേൾക്കാൻ കഴിയുമെന്നുറപ്പാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാവുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെയോ ലെറ്ററിൻ്റെയോ അകലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മറുപടി പ്രതീക്ഷിക്കുന്നു. 8934678550. അവസാന വരി വായിച്ചു തീർന്നപ്പോൾ കണ്ണുനീരിൻ്റെ നനവ് പറ്റി അക്ഷരങ്ങളിൽ മഷി പടർന്നിരുന്നു. അവൾ 2 കണ്ണും അമർത്തി തുടച്ച് ധൃതിയിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഹേയ് ശരൺ, അതിഥി ഹിയർ. പുലർച്ചെ 3 മണിക്ക് ഒരാൾ ഓൺലൈനിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരുന്നിട്ട് പോലും അവൾക്ക് അപ്പോൾ തന്നെ അവനോട് സംസാരിക്കണമെന്ന് തോന്നി. കോൾ ഓപ്ഷനിൽ കൈ അമർത്താൻ തുടങ്ങിയപ്പോഴേക്കും മെസ്സേജ് ബ്ലൂടിക്ക് വീണു. നീ കിടന്നില്ലേ? അതിഥി നേരത്തെ കിടക്കുന്ന ആളാണല്ലോ. ഇല്ല, ഉറക്കം വന്നില്ല. എന്തേ, പിറന്നാളിൻ്റെ ക്ഷീണമാണോ? ഏയ് അല്ല, നീ എന്നും ഇത്ര വൈകിയാണോ ഉറങ്ങുന്നേ? ഇടയ്ക്കൊക്കെ. അവൾ അതിന് മറുപടി അയക്കാൻ തുടങ്ങുന്നതിന് മുൻപേ വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നു. ഞാനിത് പറഞ്ഞാൽ നിനക്ക് കള്ളമായിട്ടേ തോന്നും. ഞാൻ ഈ നിമിഷം വരെ നിൻ്റെ മെസ്സേജോ കോളോ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു സാധാരണ രാത്രിക്കപ്പുറം ഈ സമയത്തിന് ഒരു പ്രത്യേകതയും ഇല്ലാതെ കടന്നുപോയേനെ. ഇപ്പോൾ ഈ രാത്രിക്ക് എന്താ പ്രത്യേകത? പ്രത്യേകിച്ചൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് രാത്രി ഇത്രയും വൈകി മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സ്പെഷ്യൽ അല്ലേ? ഒരു വയലറ്റ് ഓർക്കിഡിൻ്റെ ബന്ധമുണ്ടല്ലോ. എടോ, താൻ എന്നെ വിളിക്കാമോ? ഈ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഫോർമാലിറ്റി നമുക്ക് ഒഴിവാക്കാം. അതിനെന്ത് മറുപടി പറയുമെന്നറിയാതെ ഫോൺ നോക്കി മിഴിച്ചു നിന്നപ്പോഴേക്കും അവൻ്റെ കോളെത്തി. എടുക്കണോ വേണ്ടേ എന്ന 1000 വാദപ്രതിവാദങ്ങൾ ആ ഒരു സെക്കൻഡിൽ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവസാന റിങ്ങിൽ കണ്ണടച്ച് അവൾ കോളെടുത്തു. ഞാൻ കരുതി എടുക്കില്ലാന്ന്. അവളൊരു ഹലോ പറയുന്നതിന് മുൻപേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു, ഫോൺ എടുക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ അറിയാൻ ശ്രമിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫോർട്ട് ഉള്ളിലുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളിലൊളിപ്പിച്ച് എത്ര കാലമെന്ന് വെച്ചാ മറ്റുള്ളവർക്ക് തീരെ ചെറുതൊന്നും തോന്നുന്ന, എന്നാൽ സ്വന്തം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ? തന്നോട് വാദിക്കാൻ ഞാനില്ല. നാളെ എപ്പോൾ വരുമെന്ന് പറ. നാളെ ഞാൻ വരുന്നില്ലെങ്കിലോ? അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ചുമ്മാ ഒന്ന് കറങ്ങി ഒരു ചായ എല്ലാം കുടിച്ച് വരാം. ഒരു ചായ കുടിക്കാൻ എന്തിനാ നാളെ വരെ കാത്തു നിൽക്കുന്നേ? ഇപ്പം തന്നെ ആവാലോ. അതിഥി പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. ഇപ്പോഴോ? സമയം 4 മണിയായതേ ഉള്ളൂ. അവനൊന്ന് ഞെട്ടി. എന്താ, 4 മണിക്ക് ബാംഗ്ലൂരിൽ ചായ കിട്ടില്ലേ? നീ സീരിയസ് ആയിട്ട് പറയുകയാണോ? ആ അതെ. എന്തേ, നിനക്ക് പേടിയുണ്ടോ? എനിക്കൊരു പേടിയുമില്ല. 4 മണിക്ക് നിനക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും. നീ ലൊക്കേഷൻ അയക്ക്, ഞാൻ ഇപ്പം തന്നെ വരാം. അതൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഉറപ്പാണല്ലോ അല്ലേ? അവസാനം കാല് മാറരുത്. നിനക്കെന്നെക്കുറിച്ച് അറിയില്ല. അതിഥി വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. ഫോൺ കട്ട് ചെയ്ത് വാട്സപ്പിൽ ലൊക്കേഷനും അയച്ചു കൊടുത്തപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളുടെ ക്ലോക്ക് മനസ്സിൽ മണിയടിക്കാൻ തുടങ്ങിയത്. 4 മണിക്ക് എങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകും? ഇതേ ഞാൻ ഇപ്പോൾ ഇറങ്ങൂട്ടോ. ഫോണിൽ അവൻ്റെ മെസ്സേജ് വന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹുഡി എടുത്തിട്ട് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. മുടി വാരി മുകളിലേക്ക് കെട്ടിവെച്ചു. കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുഖം നോക്കിയപ്പോഴാണ് താൻ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും ഓർത്തത്. ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഒരാൾക്കൊപ്പം ബാംഗ്ലൂർ പോലുള്ള ഒരു വലിയ നഗരത്തിൽ പുലർച്ചെ ഇറങ്ങി പോവുക. മറ്റൊരാൾ കേട്ടാൽ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സഹതാപം പോലും തന്നോട് ആർക്കും ഉണ്ടാകില്ല. അത് അവൾ സ്വയം വരുത്തി വെച്ചതാണെന്നേ പറയൂ. പക്ഷേ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? താൻ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് ഇതാവും. നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ? ലൈറ്റ് മുഖത്തടിച്ചപ്പോൾ സാക്ഷി എണീറ്റുകൊണ്ട് പറഞ്ഞു,
ഷ്, ഒച്ചയുണ്ടാക്കല്ലേ. അതിഥി ചുണ്ടിൽ വിരൽ വെച്ച് സാക്ഷിക്ക് അടുത്ത് വന്നിരുന്നു. നീ ഇതെങ്ങോട്ടാ മേക്കപ്പ് ഒക്കെ ചെയ്ത്? സത്യം പറ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാക്ഷി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഒരു കുഴപ്പവുമില്ല. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ചരണിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാണ്. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടുന്ന് ചാടിച്ചു തരണം. അവൻ ഇപ്പോൾ വരും. അവൻ്റെ ഒപ്പമോ? അതും ഈ നേരത്തോ? സാക്ഷി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതിഥി ഒരു വിധത്തിൽ അവളെ പിടിച്ചിരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ശരണിൻ്റെ മെസ്സേജ് കൂടി വന്നു. അതിഥി, നീ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ? സാക്ഷി അല്പം സംശയത്തോടെ ചോദിച്ചു. നീ എന്നോടൊന്നും ചോദിക്കല്ലേ, എൻ്റെ മൈൻഡ് മാറും പ്ലീസ്. ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സാക്ഷി ചില ഉടമ്പടികൾ അവൾക്ക് മുന്നിൽ വെച്ചു. ഇവിടെ നിന്നിറങ്ങുമ്പോൾ നിൻ്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം. കൃത്യം 6 മണിക്ക് മുൻപേ തിരിച്ചെത്തണം. ഞാൻ വിളിച്ചാൽ ആദ്യ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കണം. എല്ലാം സമ്മതിച്ചു. നീ എന്നെ ഒന്ന് പുറത്തെത്തിക്ക്. അവൻ ഗേറ്റിന് മുൻപിലെത്തി. അതിഥി തിരിക്കു കൂട്ടി. മുൻപിലല്ല, അവനോട് ഹോസ്റ്റലിൻ്റെ പുറകുവശത്തേക്ക് വരാൻ പറ. പുറകുവശത്ത് എന്താ? അവിടെ ഒരു മാവില്ലേ? അതിലൂടെ മതിലിൻ്റെ മുകളിലേക്ക് കയറണം. എന്നിട്ട് നേരെ താഴോട്ട് ചാടണം. മതിൽ ചാടാനോ? എനിക്ക് പേടിയാ. അതിഥി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. എന്നാൽ വേണ്ട, ഞാൻ നേരെ സെക്യൂരിറ്റി റൂമിൽ കയറി കീ എടുത്ത് ഗേറ്റ് തുറന്നു തരാം. മേഡത്തിന് പുറത്തോട്ടിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സാക്ഷി അതിഥിയെ ഒന്നിരുത്തി നോക്കി ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ വാതിലടച്ചു. തിടുക്കത്തിൽ പടികളിറങ്ങാൻ പോയ അതിഥിയുടെ ഹുഡി അവൾ പിറകിൽ നിന്നും പിടിച്ചു വലിച്ചു. ദയവ് ചെയ്ത് ശബ്ദമുണ്ടാക്കി ഹോസ്റ്റൽ മൊത്തം അറിയിക്കരുത്. നീ ആ ചെരുപ്പഴിച്ച് കയ്യിൽ പിടിച്ചേ, അല്ലെങ്കിൽ സൗണ്ട് വരും. രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ ഹോസ്റ്റലിൽ പിൻവശത്തെത്തി. അതിഥിയുടെ ഫോണിലേക്ക് ശരണിൻ്റെ കോൾ വീണ്ടും വന്നു. ഹലോ, എവിടെയാ? ഇത്രയ്ക്ക് തിരക്ക് കൂട്ടാൻ വലിയ കാര്യപ്പെട്ട പരിപാടിക്കൊന്നും അല്ലല്ലോ പോണത്. ആ കോളിന് മറുപടി പറഞ്ഞത് സാക്ഷിയാണ്. ശരൺ ബൈക്കിൽ നിന്നിറങ്ങി മതിലിനടുത്തേക്ക് നടന്നു. അതിഥി മാവിൻ്റെ ചില്ലയിൽ കയറി മതിലിന് മുകളിലെത്തി. അയ്യോ, ഇവിടെ നിന്ന് എങ്ങനെ താഴോട്ട് ചാടും? അവൾ നിസ്സഹായതയോടെ സാക്ഷിയെ നോക്കി. ഇതുവരെയുള്ള കാര്യമേ എനിക്കറിയൂ, ബാക്കി നിങ്ങളുടെ കാര്യം. ഞാൻ അകത്തേക്ക് പോവുകയാണ്. ഫോൺ വിളിച്ചാൽ എടുക്കണം. സാക്ഷി ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു നടന്നു. നീ ധൈര്യമായിട്ട് ചാടിക്കോ, ഞാൻ നോക്കിക്കോളാം. നീ പോടാ. വീഴുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ. വീഴുമെന്ന് പേടിച്ചാൽ രാവിലെ വരെ ആ മതിലിരിക്കേണ്ടി വരും. അവൾ രണ്ടും കൽപ്പിച്ച് കണ്ണുകളടച്ച് താഴേക്ക് ചാടി. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ട അവളെ ശരൺ ഷോൾഡറിൽ കൈകൾ കൊണ്ട് താങ്ങി. ഈ മേഖല വലിയ വശം ഇല്ലല്ലേ? ഒരു ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിനിടെ അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പുലർച്ചെയുള്ള മരവിച്ച തണുപ്പിലും പരിഭ്രമം കൊണ്ട് അവളുടെ ഉള്ളം കൈ വിയർത്തുകൊണ്ടിരുന്നു. നീ ഹെൽമറ്റ് കൂടെ വെച്ചോ. വല്ല പോലീസുകാരുടെയും കണ്ണിൽപ്പെട്ടാൽ വീടിൻ്റെ ആധാരം വരെ കൊടുക്കേണ്ടി വരും. വണ്ടി വീണ്ടും ഓഫ് ചെയ്ത് അവൻ കയ്യിൽ കരുതിയ ഹെൽമറ്റ് അവൾക്ക് നേരെ നീട്ടി. നീ ഒന്ന് പതുക്കെ പോവോ, എനിക്ക് പേടിയാണ്. കൈ രണ്ടും ബൈക്കിൽ അമർത്തി പിടിച്ചിരുന്ന അതിഥി ഒടുവിൽ നിവൃത്തി കിട്ടു പറഞ്ഞു. അയ്യോ, നിനക്ക് സ്പീഡ് പേടിയാണോ? അത് ആദ്യമേ പറയണ്ടേ? അവൻ വണ്ടിയുടെ സ്പീഡ് കുറച്ചു. മേഡം, ദേ സ്ഥലമെത്തി, ഇറങ്ങിക്കോ. കണ്ണടച്ചിരുന്ന അവളെ തിരിഞ്ഞു നോക്കി അവൻ ചിരിച്ചു. ഇതേതാ സ്ഥലം? ഇതാണ് മടിവാള. നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ ബസ് കയറാൻ ഇവിടെയാണ് വരേണ്ടത്. നീ ബസ്സിലല്ലേ പോകാറ്? എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, വൊമിറ്റ് ചെയ്യും. ശരിക്കും? വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? വേറെ എന്ത് കാരണം? ചുമ്മാ ചോദിച്ചതാ. ടീ ഓർ കോഫി? ചായ മതി. അവൻ അവിടെ ആകെ തുറന്നു വെച്ചിരുന്ന പെട്ടിക്കടയിലേക്ക് നടന്നു. അതിഥി റോഡിൽ നിന്ന് മാറി ഫുട്പാത്തിലേക്ക് കയറി നിന്നു. ബാംഗ്ലൂരിൽ വന്നിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്, അതും ഈ നേരത്ത്. റോഡിൽ പൊതുവെ ആളുകൾ കുറവാണ്. അല്ലെങ്കിലും ബാംഗ്ലൂർ ഉണരുന്നത് വളരെ വൈകിയാണ്. ഒരു കടയ്ക്ക് മുന്നിലായി പത്രക്കെട്ടുകൾ അടുക്കി വെക്കുന്ന 3-4 പേരും സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും ചുറ്റും കൂടി നിൽക്കുന്ന കുറച്ചു പേരും ഒഴിച്ചാൽ റോഡ് വിജനമാണ്. റോഡിന് എതിർവശത്തായി വന്നു നിന്ന വണ്ടിയിൽ നിന്നും പൂക്കൾ ഇറക്കി വെക്കുന്നത് നോക്കി നിന്ന അതിഥിക്ക് മുന്നിലേക്ക് ശരൺ ചായക്കപ്പ് നീട്ടി. ഇതാണോ ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ്? ഇതോ? ഒരു വണ്ടി പൂ നിരത്തി വെക്കുന്നതിനാണോടോ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത്? അവൻ കളിയാക്കി ചിരിച്ചു. എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഓണത്തിനല്ലാതെ ഇത്രയും പൂ ഒരുമിച്ച് കണ്ടിട്ടില്ല. ആ, ബെസ്റ്റ്. നിനക്ക് പോണോ ഫ്ലവർ മാർക്കറ്റിൽ? നീ പോയിട്ടുണ്ടോ? ഇല്ല, ഒരുമിച്ച് പോകാം. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പുക പ്രശ്നമുണ്ടോ? കയ്യിലിരുന്ന് സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ അവളെ നോക്കി ചോദിച്ചു. ഇല്ല, നമുക്കിവിടെ ഇരിക്കാം. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഫുട്പാത്തിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വേഗത്തിൽ വലിച്ച് മുഴുവനാക്കാതെ അത് നിലത്തിട്ട് ബാക്കിയായ കനൽ കാലുകൊണ്ട് ചവിട്ടിക്കെടുത്തി
അവൻ അവൾക്കരികിലിരുന്നു. നിന്റെ ലൈഫിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? കുറച്ചു നേരത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നടന്നതെന്തെങ്കിലും ഉണ്ടോ എന്ന് മാറ്റി ചോദിക്കുന്നതാകും നല്ലത്. അതെന്താ ഒന്നും നടക്കാതെ പോയത്? സിമ്പിളായി പറഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ടാവാം. മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ, അമ്മയുടെ, കാമുകനുണ്ടെങ്കിൽ അവൻ്റെ, കുറച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ, അവരുടെ വീട്ടുകാരുടെ, അങ്ങനെ അങ്ങനെ നീളും പട്ടിക. ഈ കാലത്തും അങ്ങനെയുള്ള ഫാമിലി ഉണ്ടെന്നാണോ? അതെന്താ പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണോ നിൻ്റേത്? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നാട്ടിലെ സിസ്റ്റം ഒന്നും അറിയില്ല. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം അബുദാബിയിലാണ്. വല്ലപ്പോഴും ഒരു മാസത്തെ വെക്കേഷന് വരുന്ന ബന്ധം മാത്രമേ എനിക്ക് ഈ നാടുമായിട്ടുള്ളൂ. വീട്ടിൽ അമ്മ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഭാഷ അറിയാം, അത്ര തന്നെ. അവിടെ നീ ഈ പറഞ്ഞ അനുവാദം ചോദിക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മനുഷ്യരും ഫ്രീ അല്ലേടോ. പിന്നെ എന്തിനാ ഇതൊക്കെ? ഫ്രീഡമൊക്കെ ഭരണഘടനയിൽ എഴുതി അലമാരയിൽ ചില്ലിട്ട് വെക്കാം. പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. നീ ഈ പറയുന്ന ലോകം എനിക്ക് പുതിയതാണ് അതിഥി. ദേ സാക്ഷി വിളിക്കുന്നു, ഫോൺ എടുക്ക്. റിങ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ പോക്കറ്റിലെ ഫോൺ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ ഫോൺ എടുത്ത് അല്പം മാറി നിന്നു. ആ സാക്ഷി, ഞാൻ ഓക്കെയാണ്. 1 മണിക്കൂറിലെത്തും, പ്രശ്നമൊന്നുമില്ല. അവൻ ചായയുടെ കാശ് കൊടുത്തു. അവൾക്കരികിലേക്ക് നടന്നു. സാക്ഷിയാണ്, നീ എന്നെ വല്ലതും ചെയ്തതെന്നറിയാൻ വിളിച്ചതാ. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. അവർ ഫുട്പാത്തിലൂടെ പതിയെ നടന്നു. പത്രം മടക്കിക്കൊണ്ടിരുന്നവർ അവളെ രൂക്ഷമായി തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവൻ ഇംഗ്ലീഷിലെന്തോ തെറി പറഞ്ഞ് അവളെ മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് നിർത്തി. ഇവനൊന്നും പെൺകുട്ടികളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ശരണിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അതിഥി നടക്കുന്നതിനിടെ താഴോട്ട് നോക്കി ചിരിച്ചു. എന്താടോ ഇപ്പോൾ അവരെന്നെ കുറിച്ച് എന്താവും ചിന്തിച്ചിട്ടുണ്ടാകുകയെന്ന് അറിയോ? അവരുടെ കാര്യം പോട്ടെ, എന്നെ അറിയാത്ത ഒരാളിപ്പോൾ ഈ ചായക്കഥ കേട്ടാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തു പറയാൻ? നമ്മളൊരു ചായ കുടിച്ചു എന്ന് പറയും. അത് നീ പറയും. വേറെ ഒരാൾ കേട്ടാൽ പെണ്ണ് നട്ട പുലർച്ചെ പരിചയമില്ലാത്ത ഒരാണിൻ്റെ കൂടെ മതിലും ചാടി പോയേക്കണ് ചായ കുടിക്കാൻ. അഹങ്കാരം അല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. അതിഥി ശബ്ദം അല്പം കടുപ്പിച്ച് മറ്റൊരാളുടെ സംസാരം എന്ന പോലെ പറഞ്ഞു. നിന്റെ ഇഷ്ടം നീ വന്നു, അതിന് മറ്റുള്ളവർക്കെന്താ? മറ്റുള്ളവർക്കുണ്ടാവും ചൊറിച്ചിൽ. അതും എൻ്റെ കാര്യത്തിൽ മാത്രം. പറയുമ്പോൾ നീയും ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ആൺകുട്ടികളായാൽ അതൊക്കെ കാണിക്കുമെന്ന ഒറ്റ വാക്കിൽ നിങ്ങൾ സേഫ് അല്ലേടോ? കുറ്റം മുഴുവൻ എൻ്റേത്. അയ്യേ, നീ എന്താടോ ഇങ്ങനെ പറയുന്നേ? ശരണിനി അത് ഫീലായെന്ന് അവൻ്റെ മുഖത്ത് നിന്നും വ്യക്തമാണ്. ഞാൻ പറഞ്ഞതല്ലടോ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാറ്. നീ അത് വിട്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നീ വീട്ടുകാരെക്കുറിച്ച് പറ. ആരൊക്കെയാണ് ഉള്ളത് നിനക്ക്? ഒരു കുഞ്ഞു കുടുംബം, അച്ഛനും അമ്മയും ചേട്ടനും ഞാനും. അച്ഛൻ അവിടെ ബിസിനസ്സാണ്. ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ജോലി രാജിവെച്ച് അച്ഛൻ്റെ കൂടെ കൂടി. എനിക്കതിൽ പണ്ടേ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചാടി. അല്ലെങ്കിൽ അവിടെ കണക്കും നോക്കി ഇരിക്കേണ്ടി വന്നേനെ. എന്നിട്ട് ഇവിടെ ഇഷ്ടമായോ? ബാംഗ്ലൂർ പൊളിയല്ലേ, അടിപൊളി ഫ്രണ്ട്സ്, നൈറ്റ് ലൈഫ്, പാർട്ടി, മൊത്തത്തിൽ ഞാൻ ഇവിടെ അങ്ങ് സെറ്റിലായാലോ എന്നാണ് വിചാരിക്കുന്നത്. ആഹാ, അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ. താൻ പോവില്ലേ? എൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നമ്മൾ രണ്ടുപേരും 2 ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഈ ബഹളങ്ങളൊക്കെ വിട്ട് ഒരല്പം സമാധാനമുള്ള സ്ഥലം മതി. ഇവിടെ അങ്ങനെ സമാധാനം കിട്ടിയാൽ ഇവിടെ നിൽക്കുമോ? അവൻ അവൾക്ക് എതിരെ വന്നതെന്ന് പിന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. സമാധാനമുള്ള സ്ഥലം താങ്കളുടെ കസ്റ്റഡിയിലുണ്ടോ? അവൾ അവന് അഭിമുഖമായി കൈ രണ്ടും കെട്ടി നിന്നു. ഇപ്പോൾ ഇല്ല, പക്ഷെ കണ്ടുപിടിക്കാം. എന്നാൽ അപ്പോൾ ആലോചിക്കാം. അവൾ അവൻ്റെ ഷോൾഡറിൽ ചെറുതായി തട്ടി മാറ്റി ബൈക്കിനടുത്തേക്ക് നടന്നു. വാ പോകാം. ഇനിയും വൈകിയാൽ സാക്ഷിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കും. തിരിച്ച് വളരെ പതുക്കെയാണ് ശരൺ വണ്ടി ഓടിച്ചത്. ഇനി ഓഫീസിൽ വരുമ്പോഴേ കാണാൻ പറ്റൂ. ഹോസ്റ്റലിന് മുൻപിൽ വണ്ടി നിർത്തി അവൾ തിരിച്ചു നടക്കാനൊരുങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, പിന്നല്ലാതെ ദിവസം എനിക്കിതുപോലെ ചായ കുടിക്കാൻ വരാൻ പറ്റുമോ? നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയിലും എവിടെ വേണമെങ്കിലും നിനക്ക് വരാം. നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ മാത്രം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയല്ലാതെ അവൾ അതിന് ഉത്തരം പറഞ്ഞില്ല. അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് അനുവാദം ചോദിക്കാതെ അവളുടെ കൈ പിടിച്ചു. അതിഥി, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പേടി കൊണ്ടാണോ എന്നറിയില്ല, നിന്റെ കൈ വിയർക്കുന്നുണ്ടായിരുന്നു. ദേ, ഇപ്പോൾ നിന്റെ ഉള്ളം കൈക്ക് നല്ല തണുപ്പാണ്. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് മതി. നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ രണ്ടുപേരും 2 ദിശയിലായിരിക്കാം. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ എന്നതിൽ കവിഞ്ഞൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇനി ആരെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചായക്കഥ അങ്ങ് പറഞ്ഞേക്കണം. നിനക്ക് തോന്നുമ്പോൾ വിളിക്ക്, ഞാൻ വരാം.
നമുക്ക് കാണാം, സംസാരിക്കാം. ശരൺ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട, പോയി കിടന്ന് നന്നായി ഉറങ്ങും. രാവിലെ എണീക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നുവെന്ന് മാത്രം പറയരുത്. അവൻ ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കൊള്ളാമല്ലേ ഈ എപ്പിസോഡ്? അപ്പോൾ എത്രയാണ് ഈ ഭാഗത്തിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ നമ്മളുള്ള പെണ്ണ് തന്നെയാണല്ലേ, 100%. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അന്നേരം സൈനിങ് ഓഫ്, ആമി.